കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം, ഇത് രണ്ടും ഉറപ്പാക്കിക്കൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ടി.വി.കെ. സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് തമിഴ്നാട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ തമിഴ്നാട് അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി ഡാം ബലപ്പെടുത്തും. അതോടൊപ്പം തന്നെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരും എന്നുകൂടി തമിഴ്നാട് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി നിയമസഭയിൽ വന്ദേമാതരം ചൊല്ലിയില്ല എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതിനെതിരെ വലിയ വിമർശനം DMK-യും ഇടതു പാർട്ടികളുമൊക്കെ ഉയർത്തിയിരുന്നു. ഏതായാലും അന്ന് ലോക്ഭവൻ ആതിഥ്യം അല്ലെങ്കിൽ ലോക്ഭവന്റെ പരിപാടി അതിനാൽ തന്നെയാണ് അന്ന് അവരുടെ ചട്ടങ്ങൾ എന്തൊക്കെയാണോ അത് പാലിക്കേണ്ടി വന്നു എന്നുള്ള ഒരു വിശദീകരണമാണ് വിജയ് നൽകിയത്. ഇന്ന് ഏതായാലും നിയമസഭയിൽ നടക്കുന്ന പരിപാടിയിൽ വന്ദേമാതരം പാടിയില്ല. പകരം തമിഴ് തായ് വാഴ്ത്തുപാട്ടാണ് ആദ്യം പാടിയത്. അതിന് പിന്നാലെ ദേശീയഗാനം ചൊല്ലുകയും ചെയ്തു. വാസனை போல் அனைத்துலகும் இன்பமுற எத்திசையும் புகழ் மணக்க இருந்த பெரும் தமிழனங்கே தமிழனங்கே. ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, DMK സർക്കാരിനെതിരെ ലഹരി വ്യാപനം തടയുന്നതിൽ വലിയ വീഴ്ച വരുത്തി എന്നുള്ള വിമർശനം കൂടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ദ്വിഭാഷാ നയത്തിൽ എന്നുള്ള മുൻ സർക്കാരിൻ്റെ, അതായത് തമിഴ് ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു നയത്തിൽ ഇപ്പോൾ തുടരും. ത്രിഭാഷാ നയത്തിനോട് യോജിപ്പില്ല എന്ന മുൻ സർക്കാരുകളുടെ നിലപാട് തന്നെയാണ് ടി.വി.കെ. സർക്കാരും ഇവിടെ ആവർത്തിക്കുന്നത്. ചെന്നൈയിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.